നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ പെൻഷനായ 1600 രൂപ നാളെ മുതൽ ലഭിക്കും. എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ പണം കയറുക, ആദ്യം ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഏപ്രിൽ മാസം 2 ഗഡുക്കളുണ്ടെന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരു മാസത്തെ പെൻഷനാണ് ആദ്യം ലഭിക്കുക. അതിനുശേഷം ഈസ്റ്ററിന് മുമ്പായി തന്നെ ചിലപ്പോൾ ഒരു ഗഡു പെൻഷൻ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നാളെയോ അതിന് ശേഷമോ അവരുടെ അക്കൗണ്ടിൽ പണം എത്തുന്നതാണ്. വിഷുവിന് മുമ്പായി തന്നെ മുഴുവൻ ആളുടെയും അക്കൗണ്ടിൽ പണം എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ കയ്യിൽ കിട്ടുന്ന ആളുടെയും കയ്യിൽ വിഷുവിന് മുമ്പായി തന്നെ മുഴുവൻ ആളുടെയും അക്കൗണ്ടുകളിലും കൈകളിലും പണം എത്തും. അതിനുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ തലത്തിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകൾക്കാണ് പണം ആദ്യം എത്തുക. മാർച്ച് മാസത്തിൽ പെൻഷൻ ലഭിച്ച 99% ആളുകൾക്കും പണം എത്തും. എന്നിരുന്നാലും ചില ആളുകൾക്ക് ഇനി പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. കഴിഞ്ഞ മാസവും അതിന് മുമ്പത്തെ മാസവും എല്ലാം കറക്റ്റായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന പല ആളുകൾക്കും സർക്കാരിൻ്റെ ഓഡിറ്റിൽ പല ആളുകളും പുറത്തായിട്ടുണ്ട്. പലരും ചെറിയ നിസ്സാര കാരണങ്ങൾ കൊണ്ടാണ് പുറത്തായത്. ചില ആളുകൾ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ്. എന്നാൽ മറ്റു ചിലർ പെൻഷൻ സംബന്ധമായുള്ള രേഖകൾ സമർപ്പിക്കാത്തതാണ്. എല്ലാ വർഷവും നൽകേണ്ട മസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവകളാണെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ നൽകേണ്ട സത്യവാങ്മൂലം, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ സർക്കാർ പറയുന്ന രേഖകൾ കറക്റ്റ് സമയത്ത് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ മാസം മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക്, കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്ത ആളുകൾ, ആധാറിലൊരു പേരും ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു പേരുമായി നിൽക്കുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളുമുണ്ട്. രേഖകൾ ക്ലിയറായി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കെല്ലാം കറക്റ്റായിട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമിലെ അതിന് മുമ്പത്തെ മാസം പെൻഷൻ അപ്രൂവലായ ആളുകളുണ്ട്. അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അവർ മസ്റ്ററിങ് എന്നാണോ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. സർക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാ സമയത്തും കറക്റ്റായി തന്നെ ഫോളോ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. എന്തെല്ലാം രേഖകൾ കൊടുത്താലാണ് പെട്ടെന്ന് അപ്രൂവലാവുക, അതുപോലെ തന്നെ അപ്രൂവലായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് ആളുകൾ കണ്ടു. ഏതായാലും ഇനി പുതിയൊരു വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.